പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നു മുതൽ ഞങ്ങളുടെ മക്കളുടെ വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഏറ്റവും സ്നേഹത്തോടെ വിളിച്ച് വേർതിരിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ കൂട്ടിച്ചേർത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ കാർമൽ മീഡിയ ഈ വലിയ കുടുംബത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകായിരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിനു വേണ്ടി, ജീവിതത്തിന്റെ ഓരോ മേഖലകൾക്ക് വേണ്ടി അങ്ങയുടെ കൃപയും സ്വർഗത്തിന്റെ സഹായവും സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകളും യാചിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേല് അങ്ങ് ചൊരിയുന്ന എല്ലാ കൃപകളെയും ഓർത്ത്, അനുഗ്രഹങ്ങളെയോർത്ത്, സൗഖ്യത്തെയോർത്ത്, വിജയത്തെയോർത്ത്, വിമോചനത്തെയോർത്ത് എല്ലാം ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പുണ്യ ദിനങ്ങളില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അടിമത്തത്തിന്റെ ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കുമ്പോൾ അതിനാവശ്യമായ അഭിഷേകവും കൃപയും ദൈവമേ അങ്ങയുടെ സഹായവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, ഇവിടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മേഖലകളും അറിഞ്ഞ് മനസ്സിലാക്കി വലിയൊരു വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിലൂടെ വലിയ വിടുതലും സൗഖ്യവും സ്വാതന്ത്ര്യവും സമാധാനവും വിശുദ്ധിയും ജീവന്റെ സമൃദ്ധിയും പ്രാപിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. എന്നെയും ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായിൽ മാലാഖയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സാന്നിധ്യ സഹായ സംരക്ഷണത്തില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ സഹായം ഞങ്ങളുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും പ്രത്യേകിച്ചും മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ, നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ ജീവിത മേഖലകളുടെയും മേലുള്ള പ്രാർത്ഥനകളുടെ വലിയൊരു മേഖലയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. മക്കളുടെ വിമോചനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. അതായത് ഒത്തിരിയേറെ ബന്ധനങ്ങളില്, അടിമത്തങ്ങളില് കുടുങ്ങിക്കിടക്കുന്ന മക്കൾ, ഇതിൽ നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുന്നത്. വിമോചന പ്രാർത്ഥന വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായിൽ മാലാഖയുടെയും ഒക്കെ സജീവ സാന്നിധ്യത്തിൽ ആയിരുന്നുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണം. ഇന്നത്തെ നിങ്ങൾ പറയാനുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കള് പല മേഖലകളിലും അടിമപ്പെട്ട്, ബന്ധിക്കപ്പെട്ട്, കെട്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ അറിയണം. പൗലോസ്ലീഹ റോമാക്കാരുടെ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 14 മുതൽ തിരുവചന ഭാഗത്തില് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് കഴിയുന്നു, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. പൗലോസ്ലീഹ പറയാണ്, നന്മ ഇച്ഛിക്കുന്ന ഞാൻ തന്നെ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ അത് ഞാൻ അല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പൊ എന്താണ് പാപം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു ആത്മാവ്, നന്മ ആഗ്രഹിച്ചിട്ടും തിന്മ പ്രവർത്തിപ്പിക്കുന്ന ഒരു ആത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അതാ പൗലോസ് പറയാ, എന്നിൽ വസിക്കുന്ന ആത്മാവ് പാപം. ഇതിനെ കുറിച്ചാണ് ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വചനം പറയുന്നുണ്ട്.
ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ്, നമ്മുടെ മക്കളിൽ വസിക്കുന്ന ആത്മാവ്, നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന ആത്മാവ്, ആ ആത്മാവാണ് മക്കൾക്ക്, കുടുംബത്തിന്, നമുക്കൊക്കെ ജീവൻ തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിന്റെ സ്വഭാവം ഇന്ന് പല മക്കളും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, വിശുദ്ധ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഈ ലഹരി വിട്ടുപേക്ഷിക്കണം ആഗ്രഹമുണ്ട്. ഉള്ളിന്റെ ഉള്ളില് അവിടെ ഒരു ബോധാവസ്ഥയില് ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. ഈ മക്കളെ അടിമപ്പെടുത്തി ബന്ധിച്ച് കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സുഭാഷിതം 5:22 പറയുന്നുണ്ട്, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു. ഒരു കെണി വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വീണ ഇരക്കി സ്വയമേവ രക്ഷപ്പെടാനോ ഒന്നും ചെയ്യാനോ പറ്റില്ല. കെണിപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ സാത്താന്റെ കെണിപ്പെട്ട് ചില ആത്മാക്കൾക്ക് അടിമപ്പെട്ട് നമ്മുടെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവിടെ അടിമപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റണില്ല. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ആത്മീയ പോരാട്ടത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളൊക്കെ. നമ്മള് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു, ആവേശിച്ചിരിക്കുന്നു. നമ്മളിവിടെ കാണുന്നുണ്ട്, അവൻ അലറി. ആരാണ് അലറുന്നത്? ഈ മനുഷ്യനിൽ വസിക്കുന്ന അശുദ്ധാത്മാവ് അലറി. അവൻ ഈശോയോട് പറയാ, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. അങ്ങനെ പറയുമ്പോ ഈശോ അവനെ ശാസിച്ചു. ഈശോ ആരെയാ ശാസിച്ച മക്കളെ? ഈശോ ആ മനുഷ്യനിൽ വസിക്കുന്ന അശുദ്ധാത്മാവിനെ ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, അവനെ വിട്ട് നീ പുറത്തു പോ, നിശബ്ദനായിരിക്കും, മിണ്ടരുത്, അവനെ വിട്ട് പുറത്തു പോ. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് പുറത്തേക്ക് വന്നു. ആ മനുഷ്യൻ ഫ്രീ ആയി. ശരിക്കും പറയുകയാണെങ്കിൽ ഈശോ അവനെ ശാസിച്ചു എന്ന് പറയുമ്പോ നമുക്കറിയാം, നമ്മുടെ മക്കള് ഒരു സ്വഭാവം കാണിക്കുമ്പോ, വാശി പിടിക്കുമ്പോ, ദേഷ്യപ്പെടുമ്പോ, അനുസരണക്കേട് കാണിക്കുമ്പോ, അല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധം കുടുങ്ങി പോകുമ്പോ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകുമ്പോ, ഡ്രഗിന്റെ പിന്നാലെ പോകുമ്പോ, പഠിക്കാണ്ടിരിക്കുമ്പോ, മൊബൈലിന്റെ പിടിപ്പെട്ടിരിക്കുമ്പോ നമ്മള് മക്കളെ ശാസിക്കും. എന്നാൽ ഓർക്കണം, ഈ മക്കളെ ഈ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന, ഇവനെ കൊണ്ട് അലറിപ്പിക്കുന്ന, ഇവനെ കൊണ്ട് തിന്മ പ്രവർത്തിപ്പിക്കുന്ന ഈ ആത്മാവാണ് ഇവനെ കൊണ്ട്, ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കടന്നു വരാൻ പല കാരണങ്ങളുണ്ട്. ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണണം, അങ്ങനെ പലതിലൂടെ, പാപത്തിലൂടെ, അല്ലെങ്കിൽ കണ്ട സിനിമകളിലൂടെ, കേട്ട കാര്യങ്ങളിലൂടെ, അങ്ങനെ പലതിലൂടെയും ചില പാപകരമായ പ്രവൃത്തി, മദ്യപാനം, ലഹരി, അല്ലെങ്കിൽ ജടിക പാപങ്ങള്, അല്ലെങ്കിൽ കുടുംബത്തിലൂടെ, പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ചില ആത്മാക്കളുണ്ട്. ഈ അരൂപികളാണ് ഈ മക്കളുടെ സ്വഭാവത്തിനും വികാരങ്ങൾക്കും ചിന്തകൾക്കും ആസക്തികൾക്കും ഓരോ പ്രവൃത്തികൾക്കും ജീവൻ നൽകുന്നത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വസിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങള്, ഫലങ്ങള്, ദാനങ്ങള്, വരങ്ങള് നമ്മിലുണ്ടാവും. അതുകൊണ്ട് ഈ ആത്മാക്കളെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ ആത്മാവിനെ നമുക്കറിയാം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് ഈശോ 9-ാം അധ്യായത്തില് ഒരു വലിയ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു അപസ്മാരം ബാധിച്ച ബാലനെയും കൊണ്ട് ആ കൊച്ചിന്റെ അപ്പൻ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോ ഈശോ അവിടെ ഇല്ല, ശിഷ്യന്മാരുള്ള. നമുക്കറിയാം, ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ആ സമയത്ത് ഈശോ വരാണ്. ഈശോ അവിടെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ പിന്നീട് ധ്യാനിക്കാം. പ്രിയമുള്ളവരെ, ഈശോ പറയാണ്, അവിശ്വാസം, നിങ്ങളുടെ അവിശ്വാസം, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുമ്പോ ഈ ബാലന്റെ അപ്പൻ പറയുന്നുണ്ട്,
കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. ഈശോ ചോദിക്കൊണ്ട് കഴിയുമെങ്കിലെന്നോ. ഈശോ എന്നിട്ട് എന്താ ചെയ്തേ? 25-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ഈശോ അശുദ്ധാത്മാവിനെ വിളിച്ചു കണ്ടോ? മൂകനും ബധിരനുമായ ആത്മാവേ, അവനെ വിട്ട് പുറത്തു പോ, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. ഈശോ ആ മൂകനും ബധിരനുമായ ആത്മാവിനെ പുറത്താക്കിക്കൊണ്ട് ഇനി ഒരിക്കലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് ആ മകനിൽ നിന്ന് പിശാചിനെ പുറത്താക്കി. ആ പിശാച് പുറത്തായി കഴിഞ്ഞപ്പോ ബാലൻ മരിച്ചവനെ പോലെ അവൻ മരിച്ചു എന്ന് കരുതി. പിന്നീട് കാണുന്നോണ്ട് ഈശോ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് അപ്പന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ മകൻ സൗഖ്യം പ്രാപിച്ചു, അവന്റെ സ്വഭാവം മാറി. ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തില്, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ലഗ്യോൻ ബാധിച്ച ഒരു യുവാവ്, അവന്റെ അവസ്ഥ എന്താ? അവൻ ശവകുടീരങ്ങളിൽ വസിക്കും. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് കൂടുതൽ ഓരോ മേഖല എടുത്ത് ധ്യാനിക്കുമ്പോ കാണണം. വസ്ത്രം ധരിക്കില്ല, ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ പറ്റില്ല, കാൽവില്യങ്ങളാൽ ബന്ധിച്ചാലും അവൻ വലിച്ചു പൊട്ടിക്കും, അലറി വിളിക്കും, ശരീരം മുറിവേൽപ്പിക്കും. നോക്കിയേ, ഇതൊക്കെ തന്നെ നമ്മുടെ മക്കളിലും നമ്മുടെ പല സ്വഭാവത്തിലും ഒക്കെ കാണുന്നുണ്ട്. മുറിവേൽപ്പിക്കുന്നവര്, ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നവര്, അല്ലെങ്കിൽ എന്താ പറയാ, കൂട്ടുകെട്ട്, ശവകുടീരങ്ങള്, രാത്രി വീട്ടിൽ കയറില്ല, രാവും പകലും അലറി വിളിക്കും. അങ്ങനെ ഒത്തിരിയേറെ പിശാചിനാൽ ആവശിക്കപ്പെട്ട മകൻ. ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോ നമ്മൾ ദിവസങ്ങളിൽ കാണും പല മേഖലകൾ നമ്മുടെ മക്കളെയും ഈ പൈശാചിക ശക്തികൾ അടിമപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈശോ അവനിൽ നിന്ന് ഈ പിശാചുക്കളെ പുറത്താക്കി. ആ മകനിൽ അനേകം പേരുണ്ടായിരുന്നു, പിശാചുക്കൾ ഒക്കെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോ കണ്ടു നമ്മള്, ഇതുവരെ വസ്ത്രം ധരിക്കാത്തവൻ വസ്ത്രം ധരിച്ച് അലറി വിളിച്ചിരുന്നവൻ ശാന്തനായി. അവൻ വളരെയേറെ സ്നേഹത്തോടെ ഒരു കുഞ്ഞാടിനെ പോലെ ഈശോയോട് പറയാ, ഈശോയെ നിന്റെ കൂടെ പോന്നോട്ടെ. ബാക്കി സംഭവം നമുക്കറിയാം, ഈശോ പറഞ്ഞതൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളില് നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളില് നമ്മെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പൈശാചിക പീഡകൾ. നമ്മള് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തില് ഈശോ 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് കൂനിപ്പോയ സ്ത്രീ, ഈശോ ആത്മാവിനെ പുറത്താക്കി, അവളെ നിവർത്തി നിർത്തി. അവിടെ ഈശോ പറയുന്നുണ്ട്, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം വിടുവിക്കേണ്ടെന്നാണ് പറയുന്നത്. നമ്മളും അറിയണം, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ സാത്താൻ ബന്ധിച്ച് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം സാമ്പത്തിക മേഖലയില്, പഠന മേഖലയില്, കുടുംബ സമാധാനത്തിന്റെ മേഖലയില്, സ്നേഹത്തില്, ഐക്യത്തില്, വിശുദ്ധിയില് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം ബന്ധിച്ചിട്ടിരിക്കുന്ന, കൂനിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒത്തിരി ആത്മാക്കളാണ്. അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകത്തില് 26:13 ദൈവമായ കർത്താവ് പറയാ, നിങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നുകത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് നിവർത്തി നിർത്താൻ ഈശോ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ചെയ്യണം. ഈശോ അതിലെ പറഞ്ഞ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകാനാണ് ഈശോ വന്നത്. അതിനുവേണ്ടി ഈശോ ചെയ്ത പ്രവൃത്തികള്, പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം ഈ ദിവസങ്ങള് അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കി എടുത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വിമോചനം. നമ്മുടെ മക്കള് പാവങ്ങളാണ്. നമ്മുടെ മക്കളെ അറിയപ്പെടുത്തി വെച്ചിരിക്കുന്ന സങ്കടങ്ങള്, നിരാശ, അലസത, മൊബൈലിന്റെ പിടി, പൈശാചികമായ ശക്തികൾ, കേറി വന്ന സിനിമകള്, ആഭിചാര്യം, മന്ത്രവാദം, ലൗചികാത്, ഹലാല്, വശീകരണ യന്ത്രങ്ങള്, ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളിലേക്ക്, പ്രിയപ്പെട്ട മക്കളെ, അനേകം പൈശാചിക ശക്തികൾ, ദുരാത്മ ദുർബോധങ്ങൾ, അശുദ്ധാത്മാക്കൾ കയറി പറ്റിയപ്പോ നമ്മുടെ മക്കളുടെ സ്വഭാവം മാറി. മക്കളുടെ മാത്രമല്ല, നമ്മുടെ പലരുടെയും കുടുംബത്തിന്റെയും തന്നെ സ്വഭാവം മാറി. വൈദികരുടെ സ്വഭാവം മാറി, സഭാ നേതൃത്വത്തിന്റെ സ്വഭാവം മാറി, അങ്ങനെ പലതും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളില് ഈ മേഖലകളൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി കർത്താവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ, വിശുദ്ധ ബെനഡിക്ട് പുണ്യവാളന്റെ ശക്തമായ മധ്യസ്ഥത്താല്, സാത്താനെ നിന്റെ പിന്നിപ്പോ, മായായവയെ കൊണ്ട് നീ എന്നെ പരീക്ഷിക്കരുത്, നീ എനിക്ക് നൽകുന്നത് വിഷമാണ്, നിന്റെ വിഷം നീ കുടിക്കുന്നു പറഞ്ഞ് ബന്ധിച്ച് ബഹിഷ്കരിച്ച ഈ ബെനഡിക്ട് പിതാവിന്റെ പ്രാർത്ഥനകൾ, ആലേഖനം ചെയ്യപ്പെട്ട ബെനഡിക്ട് മെഡല്, ഇതിൽ ആലേഖനം ചെയ്യപ്പെട്ട ബഹിഷ്കരണ പ്രാർത്ഥനകൾ, ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്
യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരു വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-2 വചനം. ഈശോ 12 പേരെ വിളിച്ചു. എന്തിനാണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഉണ്ടോ? ഈ ഒരു അധികാരം ഈശോ നൽകുന്നുണ്ട്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് ഈശോ ഒരു 72 പേരെ അയക്കുന്നുണ്ട്. താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈ 2 പേരായിട്ട് അയച്ചു. ആ 72 പേര് തിരിച്ചു വന്നിട്ട് ലൂക്ക 10:17 പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. കണ്ടോ? പിശാചുക്കൾ യേശുവിന്റെ നാമത്തിൽ കീഴ്പ്പെടുന്നു. ഈശോ പറഞ്ഞ സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഈശോ പറയാ, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ആധിപത്യങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരവും ശക്തിയും നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. കർത്താവിന്റെ നാമത്തില്, കർത്താവ് നൽകിയ ശക്തിയില്, കർത്താവ് നൽകിയ അധികാരത്തില് ഈ പിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആത്മാക്കളെ വിടുവിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ പലതിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനുള്ള വലിയൊരു പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇതൊരു അടിസ്ഥാനപരമായിട്ട് ചെറിയൊരു ഇൻട്രഡക്ഷൻ ടോക്ക് അച്ഛൻ പറഞ്ഞതാ. ഇതിന്റെ വിശദമായ ഒത്തിരിയേറെ മേഖലകളിലേക്ക് ഈ ദിവസം കടന്നു വന്നുകൊണ്ട് നമ്മൾ ഈ വിമോചന പ്രാർത്ഥന സഭയുടെ നാമത്തില്, സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനകള്, വെഞ്ചിരിപ്പുകള്, ഇതെല്ലാം നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനുവേണ്ടി 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കണം. നാളെ നമ്മളെല്ലാവരും നല്ലപോലെ ഒരുങ്ങി കുമ്പസാരിക്കണം. നമ്മൾ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ കാര്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അനേക മക്കൾക്ക് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമില്ല. ഈശോ എപ്പോഴും ചോദിക്കുന്നുണ്ട്, വിശ്വാസമില്ലാത്ത തലമുറയെ എന്ന് പറഞ്ഞ് ആ അപസ്മാരം വായിച്ച ബാലനെ സുഖപ്പെടുത്താൻ പറ്റാതെ പോയതിനെ കുറിച്ച് ശിഷ്യന്മാര് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം കുറവാണ്. പ്രിയപ്പെട്ടവരെ, സർവാധിപനും സർവശക്തനുമായ കർത്താവ്, നിന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകിയ കർത്താവ്, ഈശോ മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ പിശാച് മിണ്ടറില്ല. വിട്ടുപോ പുറത്ത്, അവൻ പുറത്തു പോണു. ഇനി ഒരിക്കലും കേറരുത്, അവൻ കേറില്ല. ഈശോ അത്രമാത്രം അധികാരവും ശക്തിയും ഉള്ള സർവാധിപനും സർവശക്തനുമാണ്. അവന്റെ നാമത്തിന് മുമ്പിൽ സകല മുട്ടുകളും മടങ്ങും. അപ്പോ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു എന്ന നാമത്തിന് മുമ്പിൽ സാത്താൻ കീഴ്പ്പെടും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക. കുരിശുമരണത്തിന്റെ ശക്തി പിശാചിനെതിരെയുള്ള വിജയമാണ്. അത് നമ്മൾ സ്വീകരിച്ച നോമ്പ് കാലത്തിലാണ് നമ്മൾ കുരിശിന്റെ വഴിയിലൂടെയൊക്കെ കടന്നു പോകുന്നു. കരുണക്കൊന്തല്ലി പ്രാർത്ഥിക്കുന്നു, പീഡാസഹനങ്ങളെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ കുരിശിലെ മരണം നമ്മൾ സ്വന്തമാക്കി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടമാണ്, സമയമാണ് ഈ സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ വിശ്വസിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മള് ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിക്കണം. ക്ഷമ കൊടുക്കേണ്ടവർക്ക് ക്ഷമ കൊടുക്കുക. ക്ഷമ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. നമ്മുടെ കുടുംബത്തില് അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കള്, നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, ജീവിത പങ്കാളി, കൊച്ചുമക്കള്, അങ്ങനെ നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബ ബന്ധം, നാത്തൂന്മാര്, അതൊക്കെ ഒന്ന് ക്ഷമിച്ചും ചില കാര്യങ്ങളൊക്കെ ക്ഷമ ചോദിച്ചും ഒക്കെ നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ സാധിക്കും. വെറുപ്പ് ഉണ്ടായ മക്കളെ നമ്മുടെ പ്രാർത്ഥനയില് പൈശാചിക ശക്തികൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അവകാശം കിട്ടുന്ന ഒരു പാപം, ഒരു വെറുപ്പ്, ഒരു ഭിന്നത, ഒരു അകൽച്ച, ഒരു വാശി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയുടെ പരിപൂർണമായ ഫലം അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ മദ്യപാനം. പ്രാർത്ഥിക്കുന്ന മക്കള് മദ്യപാനം, ദുശീലങ്ങൾ വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത മക്കള് കർത്താവിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ച, കർത്താവ് ഞാൻ വിട്ടുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പറ്റണില്ല ഈശോയെ, ഞാൻ എന്നാൽ ആഗ്രഹിക്കുന്നു, കൃപത, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് 3-4 കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ നിങ്ങൾ പ്രത്യേകം ഒരുങ്ങുക, കുമ്പസാരിക്കുക, ക്ഷമയുടെ മേഖല, വിശ്വാസത്തിന്റെ മേഖല, എളിമപ്പെടുക. അതാണ് 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം പേർന്ന എന്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട്
ഞാൻ അവരെ അനുഗ്രഹിക്കും, അവരുടെ ദേശം സമ്പൽ സമൃദ്ധമാക്കും. എന്ത് കർത്താവ് പറയാ? ഇവിടുന്ന് തീരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. പിന്നെ പിശാചിന്റെ പ്രവൃത്തികൾ കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു വലിയൊരു മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ പെട്ടെന്ന് നിരാശപ്പെട്ട് ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വലിയ പൈശാചിക ശക്തികൾ കീഴ്പ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അനേക മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. മറ്റൊരാത്മാവും നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തി നശിപ്പിച്ച് തോൽപ്പിച്ച് തടസ്സപ്പെടുത്തി ബന്ധിച്ച് കൂനിപ്പിച്ച് കെടിപ്പെടുത്തി നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് അധികാരമുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കേട്ടോ. അതുകൊണ്ട് അപ്പന്റെയും അമ്മയുടെയും അധികാരത്തില് നമുക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ അവകാശമുള്ള കുറെ മേഖലയുണ്ട്. ഒന്ന്, നമ്മുടെ സ്വയം ബഹിഷ്കരണ പ്രാർത്ഥന. രണ്ട്, നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരിൽ നിന്ന് പിശാചുകൾ ബഹിഷ്കരിക്കാൻ പറ്റും. മൂന്ന്, വസിക്കുന്ന വീട്, ജോലി, പഠനം, ബിസിനസ്, വലത്തു പക്ഷിമൃഗാദികൾ, ഇവയിൽ നിന്ന് ഈ പിശാചുകളെ തടസ്സപ്പെടുന്ന രൂപങ്ങൾ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വിശദമായി കാണണം. എന്നിട്ട് ആ മേഖലകളിലൊക്കെ വലിയ വിടുതൽ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. അതിനുവേണ്ടിയൊക്കെ ഒത്തിരി ഒരുങ്ങേണ്ടതുണ്ട്, കേട്ടോ. നമ്മുടെ കൂടെ ആരുള്ള? നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവ്. രണ്ട്, യോസേപ്പിതാവ്. യോസേപ്പിതാവിനെ കുറിച്ച് വിളിക്കുന്നത് ടെറർ ഓഫ് ഡീമൺസ്, പിശാചുക്കളുടെ പേടി സ്വപ്നമായ യോസേപ്പിതാവ്. പിന്നെ വിശുദ്ധ മിഖായേൽ, തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ, പിശാചിന് എതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് സംരക്ഷകനായി നൽകപ്പെട്ടിരിക്കുന്ന സെന്റ് മൈക്കിൾ, വിശുദ്ധ മിഖായേൽ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ. ഈ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. അതോടൊപ്പം സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും, പേരിന്റെ കാരണഭൂത വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും ഒക്കെ നിറസാന്നിധ്യം ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ശക്തമായ ഒരു വിമോചനത്തിന്റെ, വിടുതലിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, അതിലൂടെ സൗഖ്യവും വിശുദ്ധിയും, പഠന മേഖല, ജോലി മേഖല, വിവാഹ മേഖല, കുടുംബജീവിതം, എല്ലാത്തിനും മേലുള്ള കെട്ടുകൾ പൊട്ടിച്ച് അവന്റെ സ്വാധീനങ്ങൾ തകർത്തെറിഞ്ഞ് യഥാർത്ഥമായ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന ജീവിതത്തിലേക്കും കടന്നു വരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥന ഇന്ന് ഇവിടെ ആരംഭിക്കും. അച്ഛന് പറഞ്ഞ കാര്യങ്ങളും വചനങ്ങളും ഈശോ ചെയ്ത പ്രവൃത്തിയും നമ്മുടെ അവസ്ഥകളും നമ്മുടെ മക്കളുടെ അവസ്ഥകളൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ പോലെ കുമ്പസാരിക്കുക, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, ക്ഷമയുടെ മേഖല ശരിക്കും മനസ്സിലാക്കുക, ഉപേക്ഷിക്കേണ്ട മേഖലകള്, വസ്തുക്കളെയും വീട്ടിൽ മദ്യമുണ്ടാവും, എടുത്തു മാറ്റിക്കണം, അങ്ങനെ വസ്തുക്കൾ എടുത്തു മാറ്റുക. അതോടൊപ്പം തന്നെ കർത്താവിന്റെ നാമത്തിൽ ബഹിഷ്കരണ പ്രാർത്ഥനയില് തിന്മയുടെ ആധിപത്യങ്ങളെ തകർത്തെറിയുക. നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയൊരു ശുശ്രൂഷയ്ക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നാളെ മുതൽ നമ്മൾ ഈ ഓരോ മേഖല, നമ്മുടെ മക്കൾ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ മേഖല, തെറ്റായ സ്നേഹബന്ധം, സ്ത്രീകൾ ജടിക പാപം, അറിയാം, ഓരോ ദിവസങ്ങളും ഓരോ മേഖല എടുത്ത് സഭയുടെ നാമത്തിൽ ദൈവികാന സന്നദ്ധിയില് ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കണം. ഒരു അല്പസമയം ഈ ഇൻട്രഡക്ഷൻ ടോക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളെയും ഒക്കെ ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസത്തെ വിമോചന പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാല സന്നദ്ധിയില് ഒരല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ശക്തി, വിമോചനത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, നമുക്ക് വീണ്ടെടുപ്പിന്റെ വിടുതൽ നൽകുന്ന ശക്തി സ്വന്തമാക്കി എടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളിലായിരിക്കാം. അതോടൊപ്പം തന്നെ പരീക്ഷ കുറിക്കുന്ന മക്കളെ പ്രത്യേകം ഓർക്കാം, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ മറ്റൊരാത്മാവും നയിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവ് നയിക്കണം, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് സംരക്ഷിക്കണം. കർത്താവിന്റെ ശക്തമായ സംരക്ഷണം ഈ സ്വർഗത്തിന്റെ സാന്നിധ്യത്തില് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, കരുത്ത് എല്ലാം അനുഭവിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഒപ്പം ഇതിലൂടെ നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, തലമുറ എല്ലാം വിമോചനം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദിവ്യകാല സന്നദ്ധിയിൽ അല്പസമയം നമുക്കായിരിക്കാം പ്രാർത്ഥനയോടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ വലിയ കരുണയിലേക്കും സ്നേഹത്തിലേക്കും ചേർത്ത് പിടിച്ചുകൊണ്ട്
അങ്ങ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷ, അങ്ങയുടെ നാമത്തിന് ശക്തി ഞങ്ങളിൽ പ്രകടമാക്കിക്കൊണ്ട് അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികൾ ഞങ്ങളിൽ പൂർത്തീകരിക്കുന്നുവല്ലോ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് ശക്തിയും അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയും സ്വന്തമാക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥന, അവരടിമപ്പെട്ട് കിടക്കുന്ന കെട്ടുകള്, ബന്ധനങ്ങള്, പൈശാചിക പീഡയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ആ മഹനീയ ശുശ്രൂഷയിലേക്ക് കർത്താവേ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ തന്നെ ഒരുക്കണമേ. പിശാചുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളിലുള്ള പാപങ്ങള്, അകൃത്യങ്ങള്, തിന്മകള്, പാപകരമായ വസ്തുക്കള്, നിഷിദ്ധ വസ്തുക്കള് എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവേ ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അപ്പം കർത്താവെ, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും വേണ്ട വലിയ കൃപ എല്ലാ മക്കൾക്കും നൽകണമേ. കർത്താവെ, വിമോചന പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളും വിശ്വാസത്തോടെ പ്രത്യാശയോടെ അങ്ങ് നൽകിയ ദാനങ്ങളെ ഓർത്ത് അങ്ങയുടെ നാമത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലൂടെ കർത്താവെ മക്കളെ, കുടുംബങ്ങളെ, ജീവിതങ്ങളെ മോചിപ്പിച്ചെടുക്കാൻ എല്ലാ മക്കൾക്കും കൃപ നൽകണമേ. ഈശോയെ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ശക്തമായ കരബലം ഞങ്ങളുടെ മക്കളില് ദർശിക്കുവാൻ ഇടയാകട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ 72 പേരും പറഞ്ഞില്ലേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയില് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കളുടെ ഓരോ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പിശാചുക്കൾ കീഴ്പ്പെടുന്നത് കാണുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. കർത്താവേ, അങ്ങ് അനേകം മക്കളിൽ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിച്ച് സൗഖ്യം നൽകി, വിടുതൽ നൽകി, വിശുദ്ധി നൽകി അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചു. തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് അതിന്ന് ബോധ്യപ്പെടുത്തി തന്നു. ആ വലിയ വിമോചനവും ആ വലിയ വിടുതലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിൽ അനുഭവിക്കാൻ ഞങ്ങൾ കാണട്ടെ. അതിനായി കർത്താവെ, ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, വസിക്കുന്ന വീട്, വീടിരിക്കുന്ന മണ്ണ്, പാരമ്പര്യം, ഞങ്ങളുടെ പാപത്തിന്റെ മേഖലകള്, സാത്താൻ കയറി വന്ന വാതിലുകള്, ഇന്ന് സാത്താൻ കയറി വരാൻ വേണ്ടി തുറന്നു കിടക്കുന്ന വാതിലുകള് അടയ്ക്കപ്പെടണം. യെശയ്യാ 22:22 അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ, അധികാര ശക്തിയാൽ അടഞ്ഞുപോയ വാതിലുകളെ, സാത്താൻ അടച്ചിട്ടിരിക്കുന്ന വാതിലുകളെ അങ്ങ് തുറക്കണം. സാത്താൻ കടന്നു വരാൻ അവൻ തുറന്നിട്ടിരിക്കുന്ന വാതിലുകളെ അങ്ങ് അടയ്ക്കണം. അങ്ങനെ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയില്, കുരിശുമരണ ശക്തിയില് സഭയെ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില്, അങ്ങയുടെ പൗരോഹിത്യത്തിൽ, സിൽഹന്മാരിലൂടെ നൽകപ്പെട്ട പൗരോഹിത്യ അധികാരത്തിൽ, അപ്പന്റെ അധികാരത്തിൽ, അമ്മയുടെ അധികാരത്തിൽ, ദൈവമക്കളുടെ അധികാരത്തിൽ, അങ്ങയുടെ നാമം വഹിക്കുന്ന അങ്ങയുടെ മക്കളുടെ അധികാരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സാത്താനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ വിമോചനത്തിലേക്ക്, വലിയ വിടുതലിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അത് അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസന്നതിയിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, ഓരോരോ മേഖലകളുടെ മേലുമുള്ള സാത്താന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് വിമോചന പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആ വലിയ ശക്തി വിടുതലായി, സൗഖ്യമായി, വിമോചനമായി, വിശുദ്ധിയായി നമ്മുടെ മക്കൾ അനുഭവിക്കാനിടയാകണം. അതിനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, അച്ഛന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച്, പൗരോഹിത്യ അധികാരത്തില്, സഭയുടെ നാമത്തില് അധികാരത്തോട് ശക്തിയോടുകൂടി പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനൊക്കെ വേണ്ടി വലിയ അഭിഷേകം അച്ഛനും നമുക്കൊക്കെ വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയോട്, കർത്താവ്, ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ മക്കളുടെ വിമോചനത്തിന് കാരണമാകട്ടെ. ഞങ്ങളുടെ തലമുറയുടെ, കുടുംബത്തിന്റെ ജോലി, ബിസിനസ്, പഠനം, എല്ലാ മേഖലകളുടെ മേലുമുള്ള വിടുതലുണ്ടാകട്ടെ. കർത്താവെ, വിമോചനം സംഭവിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ, സാത്താന്റെ അവകാശങ്ങൾ അവസാനിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ, മക്കളുടെ, കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്
മക്കൾ അനുഭവിച്ചു കിടക്കുന്ന കെട്ടുകള്, ചില അടിമത്തങ്ങള്, ദുശീലങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്, പ്രേമ കുരുക്കുകള്, ലഹരിയുടെ അടിമത്തങ്ങള്, മദ്യപാനം, മൊബൈല്, ചില ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, അലസത, മടി, താല്പര്യക്കുറവ്, ആത്മഹത്യ ചിന്തകള്, നിരാശ, കുറ്റബോധം, അപകർഷതാബോധം, പാപകരമായ ബന്ധനങ്ങള്, വ്യഭിചാര ദുർഭൂതം, ദേവാലയത്തിന്റെ ബന്ധമില്ലായ്മ, ഉദാശയില്ലായ്മ, അതിലേക്ക് കടുപ്പിക്കാത്ത പൈശാചിക പീഡകള് എല്ലാം സമർപ്പിക്കാം. ഇനി അങ്ങോട്ട് വെറുതെ ഓരോ ദിവസവും ഓരോ മേഖലകൾക്ക് വേണ്ടി പ്രത്യേക നിയോഗം വെച്ച് നമ്മൾ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക. അതിനെല്ലാം വേണ്ടി നമ്മുടെ മക്കളെ ഇന്ന് ഈ ആരാധന സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ അങ്ങ് സ്വീകരിക്കണം. അങ്ങനെ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങളും വിമോചനം പ്രാപിക്കാൻ ഇടയാക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചേച്ചിയുടെ മുമ്പിൽ ശുശ്രൂഷ അനേക മക്കളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇതുവരെയും നമ്മുടെ ഈ കാർമൽ മീഡിയ കുടുംബത്തിന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ശുശ്രൂഷ അനേകരിലേക്ക് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം. ഇത് നമ്മുടെ മക്കളുടെ പരിപൂർണമായ വിമോചനത്തിന് കാരണമാകുന്ന ശുശ്രൂഷയാണ്. മക്കൾക്ക് വേണ്ടി പ്രത്യേകം മാതാപിതാക്കളുടെ അധികാരത്തില്, പൗരോഹിത്യ അധികാരത്തിന് അച്ഛൻ പറയും, ഓരോരോ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ മോചിപ്പിച്ചെടുക്കുന്ന വലിയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉപസാരിച്ച് ഒരുങ്ങി ശുദ്ധിയോടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. അതിനുവേണ്ടി എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, ശുശ്രൂഷ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം, പങ്കെടുക്കാൻ പറയണം, ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറയണം. അങ്ങനെ അനേക ആയിരങ്ങൾ, ലക്ഷങ്ങള് മക്കളെ വിടുവിച്ച് വിമോചിപ്പിച്ചെടുത്ത് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ തലമുറയും അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടണം. അതിനെല്ലാം വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ. സ്നേഹത്തോടെ അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് അതിനായിട്ട് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും യോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോയേ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിലേക്ക് അനേക മക്കളെ കൂട്ടിച്ചേർക്കണമേ. വിമോചന പ്രാർത്ഥന അതിശക്തമായി വിടുതലാകുവാൻ, സൗഖ്യമാകാൻ, വിമോചനമാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവേ അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് അനേക ആയിരങ്ങളെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. മിനിമം 2 പേർക്കെങ്കിലും ശുശ്രൂഷ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, പങ്കുവെച്ചു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. പ്രാർത്ഥനയോടെ ചെയ്യാം. അതിൻ്റെ വലിയ വിമോചനം, അനുഗ്രഹം നമുക്ക് നമ്മുടെ മക്കൾക്കും കർത്താവ് നൽകും. ഈശോയെ, അതിനായി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.